അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കൃത്യമായി പാലിക്കണം, സൂക്ഷിക്കണമെന്ന് ഓരോരുത്തരെയും വളരെ ഗൗരവമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യും. ദീനിയായ അറിവുകൾ നേടുക എന്നത് ഒട്ടേറെ ശ്രേഷ്ഠതയും പ്രതിഫലവും ലഭ്യമാകുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം വചനങ്ങളിലും വിശുദ്ധ ഖുർആനിൽ തന്നെ നിരവധി ആയത്തുകളിലുമൊക്കെ ഇക്കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയും ബോധ്യപ്പെടുത്തുകയും അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്വഹാബികളുടെ ജീവിതം പരിശോധിച്ചാൽ വിജ്ഞാന സമ്പാദനത്തിനായി അവർ സഹിച്ചിട്ടുള്ള ത്യാഗം അത് തുല്യതയില്ലാത്തതാണ്. ഈ പഠനങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ചരിത്ര പഠനം. ചരിത്ര പഠനത്തിന് ദീൻ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചും അതുവഴി ലഭ്യമാകുന്ന പ്രയോജനത്തെ സംബന്ധിച്ചുമൊക്കെ പണ്ഡിതന്മാർ വിശദമായി സവിസ്തരം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ചരിത്ര പഠനത്തിന്റെ ഏറ്റവും വലിയ ഒരു ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളെ പ്രതിരോധിക്കാനാണ്. പൂർവകാല സമൂഹത്തിന് സംഭവിച്ച അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ, അതിനെ പ്രതിരോധിച്ചു നിർത്താനാണ് ചരിത്ര പഠനം ആവശ്യമാണ് എന്ന് പറയുന്നത്. രണ്ടാമതായി, പൂർവകാല സമൂഹത്തെ നമുക്ക് മാതൃകയാക്കാൻ കൂടിയാണ്. അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഗുണങ്ങൾ അത് പകർത്തുകയും സ്ഖലിതങ്ങളെ മാറ്റി നിർത്തുകയും ചെയ്ത് മുന്നോട്ടു പോകുവാനുള്ള ഊർജം, അതിനുള്ള ശക്തി സംഭരിക്കലാണ് യഥാർത്ഥത്തിൽ ചരിത്ര പഠനത്തിന്റെ ഏറ്റവും വലിയൊരു നേട്ടമായി പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായി നമുക്കറിയാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യുൽദഗുൽ മുഅ്മിൻ മിൻ ജുഹരിൻ വാഹിദിൻ മറത്തൈൻ. ഒരു സത്യവിശ്വാസിയെ ഒരു മാളത്തിൽ നിന്ന് 2 തവണ പാമ്പ് കടിക്കില്ല, അവന് വിഷമേൽക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇത് അതിന്റെ അക്ഷരാർത്ഥത്തിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മാളത്തിൽ നിന്ന് ഒരിക്കൽ പാമ്പ് കടിച്ചാൽ പിന്നെ ഒരിക്കലും അതിൽ നിന്ന് രണ്ടാമത് നമുക്ക് വിഷമേൽക്കുകയില്ല എന്ന അക്ഷരാർത്ഥമല്ല ഇവിടെ ഉദ്ദേശ്യമെന്നും, മറിച്ച് ഒരബദ്ധം പിണഞ്ഞാൽ പിന്നീട് അതിൽ ജാഗ്രത പാലിക്കുകയും പിന്നീട് അത്തരം ഒരു അപകടം വരാതിരിക്കാൻ വിശ്വാസികൾ കരുതലോടെ മുന്നോട്ട് പോകുകയും ചെയ്യും എന്ന വലിയ പാഠമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഹദീസിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
ഈ ഒരു ഹദീസ് മുന്നിൽ വെച്ച് നമ്മുടെ അഥവാ മുസ്ലിം ഉമ്മത്തിന്റെ, പ്രത്യേകിച്ച് കേരള മുസ്ലിങ്ങളുടെ അവരുടെ ഉദ്ധാന പതനം, അവരുടെ ഉയർച്ചയും തളർച്ചയും അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയാവട്ടെ, ഇപ്പൊ ഒരു സമൂഹമായാലും ആ സമൂഹത്തിന്റെ നന്മ അതൊരു നല്ല പാതയിലാണ്, അല്ലെങ്കിൽ മാതൃകായോഗ്യമായ ഒരു ജനതയാണ്, സമൂഹമാണ് എന്ന് വിലയിരുത്തുവാനുള്ള മാനദണ്ഡം കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഉമ്മത്ത് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ഓരോ അംഗങ്ങൾ ചേർന്നതാണല്ലോ ഒരു സമൂഹം. ഒരു സമൂഹത്തിലെ അംഗങ്ങൾ ദുഷിച്ചു പോകുക എന്ന് പറയുന്നത് ആ സമുദായത്തിന്റെ ഒരു ഭാഗം ദുഷിച്ച് പോകുക എന്നാണ്. വസ്ത്രത്തിന്റെ നൂല് അത് ദുർബലമാകുക എന്ന് പറഞ്ഞാൽ മൊത്തം ആ വസ്ത്രം ദുർബലമായി പോകുകയാണ് എന്നതിന്റെ അടയാളമാണ്. ഇതേപോലെയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനത നല്ല ജനതയാണോ അല്ലെങ്കിൽ ഒരു വ്യക്തി നല്ല വ്യക്തിയാണോ അല്ലേ എന്നറിയാനുള്ള മാനദണ്ഡം എന്താണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു അനുചരൻ ചോദിക്കുന്നു, അയ്യുന്നാസി ഖൈർ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ് നബിയെ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ത്വാല ഉംറു വഹസുന അമലു, കുറെ കാലം ദീർഘായുസ് ലഭിക്കുകയും കർമ്മങ്ങൾ നന്നാകുകയും ചെയ്തവനാണ്. പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകൾ ഈ ഭൂമുഖത്ത് ജീവിക്കുക അല്ലെങ്കിൽ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ടാക്കുക എന്നതല്ല, അത് മാത്രമല്ല ഒരാളുടെ നന്മ അളക്കുവാനുള്ള മാനദണ്ഡം. ജീവിക്കുന്നത് കാലമത്രയും നന്മയിൽ ജീവിക്കുക എന്നതാണ് ഒരു ജനത നന്നാകുവാനുള്ള അടിസ്ഥാനപരമായ കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. കേവല ദീർഘകാലത്തെ പാരമ്പര്യവും ദീർഘകാലത്തെ പാരമ്പര്യത്തെ കുറിച്ചുള്ള അവകാശവാദവുമൊക്കെ അത് ഒരർത്ഥത്തിൽ വൃഥാവേലയാണ്. കുറെ കാലം ദീർഘമായ കാലം ജീവിച്ചു എന്നത് കൊണ്ട് മാത്രം ഒരു ജനത നന്നാവുന്നില്ല. ജനതയുടെ ക്വാളിറ്റിയാണ് പരിശോധിക്കേണ്ടത്. പൂർവകാല സമൂഹത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ജൂത ക്രൈസ്തവരെ പോലെ നിങ്ങൾ ആകരുത്. അവർക്ക് എന്തു പറ്റി എന്ന് പലയിടത്തും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു കാര്യം പറഞ്ഞത്, ത്വാല അലൈഹിമുൽ അമദ് ഫകസത് ഖുലൂബുഹും, അവിടെ ഹൃദയങ്ങൾ അത് മരവിച്ചുപോയി. അവർ ഒരുപാട് കാലം ഈ ഭൂമുഖത്ത് ജീവിച്ചവരാണ്, വേദഗ്രന്ഥത്തിന്റെ ആളുകളാണ്, ഞങ്ങൾ അഹ്ലു കിതാബുകാരാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകളുടെ ഹൃദയം അത് കടുത്തതായി. പലപ്പോഴും ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കല്ലുപോലെ അല്ല, അതിലും കടുത്തതായി അവിടെ ഹൃദയം മാറിയെന്നാണ്. എന്താണ് അതിന്റെ കാരണം? അവർ ദീർഘകാലം ജീവിച്ചുവെങ്കിലും, നൂറ്റാണ്ടുകളുടെ ചരിത്രം അവർക്ക് പറയാനുണ്ടായിരുന്നുവെങ്കിലും, അവരുടെ വേദഗ്രന്ഥത്തിൽ നിന്ന് പാടെ അകന്നുകൊണ്ടാണ് അവർ ജീവിച്ചത്. നന്മ ഉദ്ഘോഷിക്കുന്ന, നന്മ പറയുന്ന, നന്മ പ്രസരിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന വേദഗ്രന്ഥങ്ങളെ, അവയെ സ്വന്തം തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയും തങ്ങൾക്കനുസരിച്ച് വേദഗ്രന്ഥത്തെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ എത്തിപ്പെടുക വഴി അവിടെ ഹൃദയങ്ങളൊക്കെ മരവിച്ച് അത് കാഠിന്യം ബാധിച്ചതായി മാറിയെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു വശം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവരാരാണ് എന്ന ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടിയാണ്. അല്ലാഹുവിന്റെ റസൂലെ, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവരാരാണ് എന്ന ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ ത്വാല ഉംറു വസാഅ അമലു, ദീർഘകാലം ജീവിച്ചു പക്ഷെ കർമ്മങ്ങളൊക്കെ മോശമാണ്. കർമ്മങ്ങൾ മോശമാണ്, ദീർഘകാലം ജീവിച്ചു. അങ്ങനത്തെ മനുഷ്യർ, വ്യക്തിയായാലും സമൂഹമായാലും
പ്രസ്ഥാനമായാലും സംഘമായാലും സംഘടനയായാലും ഒക്കെ അത് തന്നെയാണ് അവസ്ഥ. കർമ്മങ്ങൾ ദോഷമാണോ, അവരുടെ ജീവിതം അർത്ഥരഹിതമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി പരിശോധിക്കേണ്ടത്, റസൂലുള്ളാഹി പറഞ്ഞത് കർമ്മം നന്നാകുക എന്നാണല്ലോ. ഏറ്റവും നല്ല കർമ്മം എന്താണ്? ഏറ്റവും വലിയ കർമ്മം, നല്ല കർമ്മം എന്ന് പറയുന്നത് റബ്ബിനെ കുറിച്ചുള്ള അറിവും റബ്ബിനെ മനസ്സിലാക്കലും അവനെ മാത്രം ഇബാദത്ത് ചെയ്യലുമാണ് കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കർമ്മം എന്ന് പറയുന്നത്. നമ്മൾ നന്മകളെ എണ്ണാൻ തുടങ്ങിയാൽ, നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ എണ്ണി എണ്ണി പോവുകയാണെങ്കിൽ, നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, ദാനധർമ്മം, ജീവകാരുണ്യ പ്രവർത്തനം എന്നിങ്ങനെ ഓരോ നന്മകളെ നമ്മൾ എണ്ണി എണ്ണി ഇങ്ങനെ വെപ്പോട്ട് പോയാൽ ആ നന്മയുടെ എണ്ണം ചെന്നവസാനിക്കുന്നത് തൗഹീദിലായിരിക്കും. അതിന്റെ മീതെ ഒരു നന്മയില്ല. ഏറ്റവും അവസാനം ഏറ്റവും മീതെ നിൽക്കുന്നത് തൗഹീദാണ്. അതിനപ്പുറം ഒരു നന്മയില്ല. തിന്മകളെ എണ്ണിയാൽ, ഒരാളുടെ ജീവിതത്തിലുള്ള മൊത്തത്തിൽ ഇവിടെയുള്ള തിന്മകളെ എണ്ണിയാൽ, മദ്യപാനം, മയക്കുമരുന്ന്, പലിശ, വ്യഭിചാരം ഇന്ന് തുടങ്ങി വഞ്ചന തുടങ്ങിയ തിന്മകളെ നമ്മൾ എണ്ണിയാൽ അത് ശിർക്കിൽ ചെന്ന് അവസാനിക്കും. അതിന്റെ മീതെ പിന്നെ ഒരു തിന്മയുമില്ല. ഏറ്റവും വലിയ നന്മ തൗഹീദാണ്, ഏറ്റവും വലിയ തിന്മ ശിർക്കാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആത്യന്തികമായി ഒരു ജനതയുടെ ഉയർച്ചയും വളർച്ചയും തകർച്ചയും ഒക്കെ പരിശോധിക്കേണ്ടത് എന്ന് കൃത്യമായി പ്രമാണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഒരു വിശ്വാസി അവൻ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകേണ്ടത് ഈ വിഷയങ്ങൾക്കാണ്. ഭൗതികമായ വിഷയത്തിൽ അവന്റെ മുതുകൊടിക്കാൻ മാത്രമുള്ള അത്രയും ഭാരമുള്ള സർട്ടിഫിക്കറ്റുകളുടെ കൂമ്പാരം പേറുന്നവനാണെങ്കിലും അവൻ റബ്ബിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ അവന്റെ ജീവിതം അത് പൂർണ്ണമായ നഷ്ടമാണ്. ഭൗതികമായ വിജ്ഞാനമൊന്നും അവന് നേടിയിട്ടില്ല, പക്ഷെ റബ്ബിനെ കുറിച്ചുള്ള അറിവ് അവനുണ്ട്. അല്ലാഹു തആലയെ കുറിച്ചുള്ള പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവന് അറിയാം. അങ്ങനെ ജീവിക്കുന്ന, പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന ഒരു സർവ്വസാധാരണക്കാരൻ അവൻ നേരത്തെ പറഞ്ഞ സർട്ടിഫിക്കറ്റുകളുടെ കൂമ്പാരം പേറ് മുതുകൊടിഞ്ഞവനേക്കാൾ എത്രയോ മീതയായിരിക്കുമെന്നതാണ് പ്രമാണങ്ങൾ വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ളത്. അത് ഒരു വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ എങ്ങനെയാണോ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്, അതിന്റെ നേർഘടക വിരുദ്ധമായ വിഭിന്നമായ രീതിയിലാണ് കേരളക്കരയിലുള്ള നമ്മുടെ സമൂഹത്തിലുള്ള വലിയ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ പോലും അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. പലപ്പോഴും മഹാന്മാരുടെ ഒരു ബദലായി, ഔലിയാക്കളുടെ ഒരു പകരക്കാരനായി അല്ല, പലപ്പോഴും അതിന്റെ മീതയായിട്ടാണ് ഔലിയാക്കൾ അള്ളാഹുവിനെ ഔലിയാക്കളുടെ ചുവടെയും ഔലിയാക്കളെയും അമ്പിയാക്കളെയും ഒക്കെ അള്ളാഹുവിന്റെ മീതെ നിർത്തുന്ന ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ട്. വെറുതെ പറയുന്നതല്ല, രേഖകളുണ്ടതിന്. മഹാരഥന്മാരെ കുറിച്ച് ആളുകൾ എഴുതി വെക്കുന്നത് മഹാരഥന്മാരുടെ കാഴ്ചക്കും കേൾവിക്കും ദൂരപരിധി ഇല്ലാത്തതുപോലെ, അള്ളാഹുവിന്റെ കാഴ്ചക്കും കേൾവിക്കും ദൂരപരിധി ഇല്ലാത്തതുപോലെ മഹാരഥന്മാരുടെ കാഴ്ചക്കും കേൾവിക്കും ദൂരപരിധിയില്ല എന്ന് പച്ച മലയാളത്തിൽ എഴുതി വിട്ടിട്ടുണ്ട്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം ഇത് സംബന്ധമായുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഇത് കാലം കഴിയും തോറും ഈ കടുത്ത വിശ്വാസത്തിന്, ഈ ഒരു പിഴച്ച വിശ്വാസത്തിന്റെ കാഠിന്യം വർദ്ധിക്കുകയാണ്. പഴയ കാലങ്ങളിലൊക്കെ ഞങ്ങൾ മഹാരഥന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങൾ അവരോട് സഹായം തേടുകയാണ്, സഹായതേട്ടം വേറെ പ്രാർത്ഥന വേറെ എന്നായിരുന്നു കേട്ടിരുന്നത്. കുറച്ചു കാലം കൂടെ ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ നമ്മൾ കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഏത് അധ്യായത്തിൽ നിന്ന് വേണമെങ്കിലും അള്ളാഹുവിനോടല്ലാതെ
വിളിച്ചു പ്രാർത്ഥിക്കുവാനുള്ള രേഖ സമർപ്പിക്കുവാൻ സാധിക്കുമെന്ന് പറയുന്നിടത്ത് വരെ ആളുകൾ എത്തി. പിന്നെയും കുറച്ചു കാലം ഇങ്ങോട്ട് വന്നപ്പോൾ ഓരോ നാൾ വഴികൾ നമ്മൾ പരിശോധിച്ചാൽ, പാരമ്പര്യം പരിശോധിച്ചാൽ ഇതാണ് കാണാൻ പറ്റുക. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നിടത്ത് അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന അതിന്റെ യഥാർത്ഥ അർത്ഥം അത് തെറ്റിച്ച് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് സഹായം തേടുന്നു എന്നാക്കി മാറ്റി. തൗഹീദ് പഠിപ്പിക്കുന്ന പല കൃതികളും 100 പേജുകളുള്ള പല കൃതികളിലും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഉദ്ധരിക്കുമ്പോ ഒരിടത്ത് 600 പേജുള്ള ഒരു പുസ്തകത്തിൽ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുന്ന ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ അർത്ഥത്തിൽ 600 പേജിൽ ഒരിടത്ത് പോലും മാത്രമെന്നർത്ഥം പറയുന്നില്ല. 1-2 സ്ഥലത്തല്ല, ഒരിടത്ത് പോലും അങ്ങനെ പറയുന്നില്ല. ഈ രീതിയിൽ വിശുദ്ധ ഖുർആനിനെ ക്രൂരമായി ദുർവ്യാഖ്യാനം ചെയ്യുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഉണ്ടായത് മാത്രം എന്ന് പറയുന്ന അർത്ഥം അത് ശത്രുക്കൾ സങ്കല്പിച്ചുണ്ടാക്കിയതാണെന്ന് വരെ അച്ചുതിരത്തി. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളതിന് മാത്രം എന്നർത്ഥം പറയുന്നത് ശത്രുക്കളാണ്. അതൊരു ഇസ്ലാമികമായ അർത്ഥം അങ്ങനെയല്ല എന്ന് പറയുന്നിടത്തേക്ക് വരെ ആളുകൾ എത്തി നിന്നിട്ടുണ്ട്. ഇത്രയും ഗുരുതരമായ അപകടങ്ങൾ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൃഷ്ടികളെ സൃഷ്ടാവിന്റെ മീതെ കൊണ്ടുപോയി സ്ഥാപിക്കുന്ന അവസ്ഥയുണ്ടായി. ലോകത്തിന്റെ നിയന്താവ് ചില ആളുകളാണെന്ന് പറയുന്നിടത്ത് വരെ എത്തി. നിശ്ചിതമായ ചില അവരുടെ ഭാഷയിലുള്ള ഔലിയാക്കൾ അവരൊന്ന് കണ്ണു ചിമ്മിയാൽ വിമാനം കൂട്ടിയിടിക്കുമെന്ന് പറഞ്ഞു. ലോകത്തുള്ള കണക്കാക്കാൻ കഴിയാത്ത വൃക്ഷങ്ങളിലെ ഒരില കൊടിഞ്ഞു വീഴുന്നത് പോലും മഹാരഥന്മാർ അറിയുമെന്ന് എഴുതി. അങ്ങനെ പറഞ്ഞു. കടലിലെ തിരമാലകളുടെ എണ്ണം മഹാരഥന്മാർക്കറിയാമെന്ന് പറഞ്ഞു. ഇങ്ങനെ പല ആളുകളെയും അള്ളാഹുവിന്റെ മീതെ കൊണ്ടുപോയി സ്ഥാപിക്കുന്ന അവസ്ഥയുണ്ടായി. അള്ളാഹുവിനോട് നേർക്കുനേരെ ചോദിക്കാൻ നമുക്ക് അധികാരമില്ലെന്ന് അച്ചുനിരത്തി. ഇങ്ങനെയുള്ള എത്രയെത്ര വിശുദ്ധ ഖുർആനിൽ നിന്നും ആളുകളെ അകറ്റുന്ന എത്രയെത്ര പരാമർശങ്ങളാണ്. ഇതൊക്കെ ഇവിടെ കഴിഞ്ഞുപോയ ഇല്ല, ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്ന വാദങ്ങളാണ്. നമ്മളൊരു കാര്യം ഒരു ഹക്ക് നമുക്ക് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ബാത്തിലും കൂടെ അറിയണം എന്നുള്ളത് ഒരു പൊതു നിയമമാണ്. ഇരുട്ടെന്താണെന്ന് അറിയാൻ വെളിച്ചം എന്താണെന്ന് അറിയണം. വിരുദ്ധമായ ആശയങ്ങൾ കൂടെ പഠിക്കുകയും അറിയുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ആദർശത്തിൽ ഒരു വെളിച്ചവും തെളിച്ചവും ഒക്കെ കൂടുതൽ ഉണ്ടാകുക. അതുകൊണ്ട് വിപരീതമായ ആശയങ്ങൾ കൂടെ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ പൂർവികരുടെ ചരിത്രം പരിശോധിച്ചാൽ പിഴച്ച ആളുകളുടെ വിശ്വാസം പിഴച്ച ആളുകൾക്ക് എത്രത്തോളം അറിയാമോ അതിനേക്കാൾ കൂടുതൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്ക് അറിയാമായിരുന്നു എന്നാണ് ചരിത്രം. അപ്പൊ അത് നമ്മൾ അറിയേണ്ടതാണ്. ഇനിയോ സഹോദരന്മാരെ, പല ആളുകളെയും ഉയർത്തിക്കൊണ്ടുപോയി ഒരു വീരാരാധനയുടെ പരിവേഷം നൽകുന്ന അവസ്ഥയിൽ വരെ എത്തുന്നുണ്ട്. ചില ആളുകളെ കുറിച്ച് പറയുന്നത് സയ്യിദുൽ ബഷർ, സയ്യിദുൽ അനാം, മനുഷ്യരുടെ അബുൽ ബഷർ എന്നൊരു മനുഷ്യനെ കുറിച്ച്, ആദം നബിയെ കുറിച്ച് അങ്ങനെ പറയാം. അബുൽ ബഷർ എന്ന് പറയാം. വേറെ ഈ ലോകത്ത് ആ പേരിന് അർഹനായ ആദം നബി അല്ലാത്ത ഒരാളുമില്ല. എന്നിട്ട് പോലും ചില ആളുകളെ പുകഴ്ത്തി അദ്ദേഹത്തെ കുറിച്ച് അബുൽ ബഷർ അല്ലെങ്കിൽ അബുൽ അനാം, മനുഷ്യരുടെ പിതാവ് എന്ന് പറയണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇവരെ എത്തിയിട്ടുണ്ട്. മനുഷ്യരുടെ പിതാവ് എന്ന് പറയുമ്പോ ആ മനുഷ്യർ എന്ന് പറയുന്നതിൽ അല്ലാഹുവിന്റെ റസൂലും ഉൾപ്പെടും. അപ്പൊ റസൂലുള്ള അടക്കമുള്ള ആളുകളുടെ പിതാവാണ് ഇന്ന ആൾ എന്ന് പറയുന്നു. ഞാനിതെല്ലാം ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ജീവിക്കുന്ന പരിസരം
ഇത്തരത്തിലുള്ള ഈ ദീനിയായ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ പല കാര്യങ്ങളെക്കുറിച്ച് പറയാനും അതിനു വേണ്ടിയുള്ള സ്റ്റേജും പേജും പ്രസിദ്ധീകരണങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ ധാരാളമായി നമ്മുടെ നാടുകളിൽ സജീവമായി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ആദർശത്തിന്റെ മഹിമ അറിയാനും ഇത്തരം ആദർശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അതിന്റെ ഒരു ഗന്ധം പോലും കടന്നു വരാതിരിക്കാനുമുള്ള കൃത്യമായ ജാഗ്രത നമ്മൾ പാലിക്കണമെന്നുള്ളത് കൊണ്ടുമാണ്. ഇനിയോ സഹോദരന്മാരെ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണല്ലോ വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനാണ് ആരാണ് റബ്ബ് എന്ന് നമുക്ക് കൃത്യമായി പറഞ്ഞു തരുന്നത്. വിശുദ്ധ ഖുർആനോടുള്ള നമ്മുടെ ജനതയുടെ മൊത്തത്തിലുള്ള സമീപനം എന്താണ്? ആദ്യകാലത്തുണ്ടായിരുന്ന സമീപനം എന്താണ്? വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ ആളുകൾ അത് മനസ്സിലാക്കട്ടെ എന്ന സതുദ്ദേശത്തിൽ ദീർഘമായ കാലത്ത് കഠിനാധ്വാനം ചെയ്ത് വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ ഇറക്കിയിട്ടുണ്ട് നമ്മുടെ നാടുകളിൽ. ആ വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ അറബിക്കടലിൽ താഴ്ത്തിയ ചരിത്രമുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ ആളുകൾ വായിച്ചാൽ വഴിതെറ്റിപ്പോകും എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷയുടെ പതിപ്പുകൾ അറബിക്കടലിൽ കെട്ടിത്താഴ്ത്തിയ ചരിത്രമുണ്ട്. അങ്ങനെയുള്ള ആ രീതിയിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും ആളുകളെ പിറകോട്ട് വലിക്കുന്ന രീതിയിലുള്ള പാരമ്പര്യവും അങ്ങനെയുള്ള ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ കേരളക്കരയിലുള്ള പ്രബോധന മേഖലയിലുള്ള ആളുകളുടെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അതുമായി ബന്ധപ്പെട്ട അനിഷേധ്യമായ തെളിവുകൾ നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ ഖുർആനിനോടുണ്ടായിരുന്ന സമീപനമാണ്. വിശുദ്ധ ഖുർആൻ അതിലെ ഓതൽ നിർബന്ധമായ ഫാത്തിഹ സൂറയുടെ അർത്ഥം പോലും പഠിക്കൽ നമുക്ക് നിർബന്ധമില്ല എന്ന് പറഞ്ഞ് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ, ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് താക്കീത് നൽകുന്ന ഗ്രന്ഥം എന്ന് പറഞ്ഞ് ഗ്രന്ഥങ്ങൾ വരെ നമ്മുടെ നാടുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഖുർആനിൽ നിന്നും ആളുകളെ അകറ്റുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത് റസൂലുള്ളാഹിയുടെ ദൗത്യം നിഗമന റസൂലുള്ളാഹിയെ നിയോഗിച്ചതിന്റെ ഒരു ഉദ്ദേശ്യമായി പറയുന്നത് യുഅല്ലിമുഹുൽ കിതാബ്, ഗ്രന്ഥം പഠിപ്പിക്കാനാണ്. അതാണ് പ്രവാചകന്റെ ദൗത്യം. പ്രവാചകനെ അല്ലാഹു തആല പറഞ്ഞതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഒന്ന് അതാണ്. ആ ഖുർആൻ ഉദ്ധരിച്ച് അവരെ സംസ്കരിക്കുക എന്നാണ്. ഈ വിശുദ്ധ ഖുർആനിൽ നിന്ന് ആളുകളെ പിറകോട്ട് വലിക്കുക എന്ന വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ള പ്രവാചകന്മാരുടെ മാതൃകക്ക് ഘടകവിരുദ്ധമായ രീതി സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് ഈ വിശുദ്ധ നമ്മളെ കുറിച്ച് റസൂലുള്ള അഥവാ ഈ ജനതയെ കുറിച്ച് റസൂലുള്ള അള്ളാഹുവിനോട് പറയുന്ന പരാതികളുടെ കൂട്ടത്തിലെ വലിയൊരു പരാതി തന്നെ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എന്റെ ജനത ഈ ഖുർആനെ അവഗണിച്ചു. മഹ്ജൂർ അവർ അതിനെ ഹിജറ പോയവർ, ഖുർആനിൽ നിന്നും അവർ പാടെ അകന്നുപോയി. അതുകൊണ്ടാണ് ഈ ജനതക്ക് ഇത്രമേൽ വലിയ ദുരന്തമുണ്ടാക്കാൻ കാരണമെന്ന് നാളെ നമ്മെക്കുറിച്ച് ഈ ഖുർആനോട് ഈ രീതിയിലുള്ള സമീപനം സ്വീകരിച്ചവരോട് അവരെ സംബന്ധിച്ച് അല്ലാഹു തആലയുടെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഇത് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പഠനത്തെ പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞിട്ടുള്ളത് അൽ ഖുർആൻ ഹുജ്ജത്തുൽ ലക്, ഖുർആൻ നിനക്ക് അനുകൂലമായ രേഖയാണ്. പഠിക്കുകയും പകർത്തുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ഒക്കെ ചെയ്താൽ അത് നിനക്ക് അനുകൂലമായി മാറും. വാ അൽ ഖുർആൻ ഹുജ്ജത്തുൽ ലക് ഔ അലൈക്, അല്ലെങ്കിൽ അത് നിനക്ക് എതിരാണ്. നീ അതിനോട് മുകളിൽ പറയപ്പെട്ട അതിനോട് കൂറുപാലിക്കാത്ത രീതിയിലുള്ള സമീപനമാണ് ഉണ്ടായതെങ്കിൽ അത് നിനക്ക് എതിരാകുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു പഠനത്തിലൂടെയാണ് ഇങ്ങനെ വിശുദ്ധ ഖുർആന്റെ പഠനവും പ്രചരണവും അത് നടക്കുമ്പോഴാണ് ഒരു ജനത ഉത്തമ ജനതയായി മാറുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് നിങ്ങൾ മനുഷ്യർക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽ പുറത്തു കൊണ്ടുവരപ്പെട്ട ഒരു ഉത്തമ ജനതയാണ് നിങ്ങൾ. ഉത്തമ ജനതയുടെ
സ്വഭാവം അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയുമാണ്. ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് തൗഹീദാണ്. ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് ശിർക്കാണ്. തൗഹീദ് പറയുകയും ശിർക്കിനെ കുറിച്ച് ഗൗരവത്തോടുകൂടെ ആളുകൾക്ക് ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്ന ഒരു ജനതയായി നിങ്ങൾ മാറുമ്പോഴാണ് നിങ്ങൾ ഖൈറുമ്മയായി മാറുന്നത്. അത് കാലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ അവതരണ കാലത്തുള്ള ജനതയുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു ജനത ദുഷിച്ചു പോകുന്നതിന്റെ അതിന്റെ പാരമ്യത എത്രത്തോളം ഉണ്ടെന്ന് ആ ജനതയുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ഒരു ജനത ദുഷിച്ച് അവർ ആകെ സംസ്കാര ശൂന്യരായി മാറുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജാഹലിയ കാലം എന്ന് പറയുന്നത്. സ്വന്തം വാപ്പ കല്യാണം കഴിച്ച് ഒഴിവാക്കിയ പെണ്ണിനെ മകൻ കല്യാണം കഴിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു സമ്പ്രദായം. സ്വന്തം കുഞ്ഞിനെ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്നു. എന്നിങ്ങനെയുള്ള സാംസ്കാരിക രംഗത്ത്, സാമ്പത്തിക രംഗങ്ങളിൽ, വിശ്വാസ രംഗത്ത്, ജീവിതത്തിന്റെ മുഴുമേഖലകളിലും അതപ്പതിച്ചു പോയ ഒരു ജനതയായിരുന്നു അവർ. അവരെ കുറിച്ച് ചരിത്രം പറയുന്നത് വെറും ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിക്കാൻ മാത്രം പരിചയമുള്ള ഒരു ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സന്ദേശം അവർക്ക് അറിയിച്ചു കൊടുക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്തപ്പോഴാണ് അവർ ഖൈറുമ്മയായി മാറിയത്. വെറും ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിക്കാനും നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പതിറ്റാണ്ടുകൾ പടപൊരുതാനും സ്വന്തം കുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടുവാനും മാതാപിതാക്കളെയും സ്നേഹജനങ്ങളെയും ഒക്കെ തന്റെ നിസ്സാരമായ അഭീഷ്ടത്തിന് അത് സംരക്ഷിക്കുവാൻ അറുകൊല നടത്തുകയും ഒക്കെ ചെയ്തിരുന്ന ആളുകളെ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവരിലേക്ക് ഇറക്കി കൊടുത്ത് അതനുസരിച്ച് ജീവിച്ചപ്പോ അവർ ലോകത്ത് തുല്യതയില്ലാത്ത നന്മയുടെ ഉടമകളായി അവർ മാറിയെന്നതാണ്. അപ്പൊ ഇതിൽ നിന്ന് അകലുമ്പോഴുണ്ടാകുന്ന ദുരന്തവും അത് സ്വീകരിക്കുമ്പോഴുണ്ടാകുന്ന വളർച്ചയുമാണ് ഈ വിശുദ്ധ വചനത്തിൽ നിന്ന് നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിൽ നിന്ന് ആളുകൾ അകറ്റുകയാണ്. നമ്മൾ നോക്കൂ, എന്തൊക്കെ പുരോഗതി നമ്മുടെ ജനതക്കുണ്ടെങ്കിൽ ഭൗതികമായ ഒട്ടേറെ പുരോഗതികളുണ്ട്. എത്രയോ ലോ കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജ്, ആർട്സ് കോളേജ് തുടങ്ങി ഭൗതിക മേഖലയിൽ ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും തൗഹീദിന്റെ വിഷയത്തിൽ ഇപ്പോഴും പഴയ അവസ്ഥയിൽ തന്നെയാണുള്ളത്. പഴയ കാലത്തേക്കാൾ ഏറെ അതിന് പ്രചാരം കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. മുമ്പ് ഇതിന്റെ പ്രചാരണത്തിന് പരിധി ഉണ്ടായിരുന്നു. ഇന്ന് നിമിഷങ്ങൾ കൊണ്ട് കോടികളിലേക്ക് ആളുകൾക്ക് ഈ ഒരു സന്ദേശം എത്തിച്ചു കൊടുക്കാൻ മാത്രമുള്ള ഭൗതിക സംവിധാനങ്ങളുണ്ട്. തിന്മയായാലും നമ്മളെ വിരൽ തുമ്പുകൾ കൊണ്ട് നിമിഷാർദ്ധം കൊണ്ട് കോടിക്കണക്കിന് ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. നന്മയും ചെയ്യാൻ പറ്റും, തിന്മയും. ഇന്ന് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ഈ സംവിധാനങ്ങൾ, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ, നമ്മുടെ കയ്യിലുള്ള മറ്റു ഉപകരണങ്ങൾ, അതൊക്കെ ആളുകൾ പലപ്പോഴും ചില മക്ബറകളുടെ, ചില സിയാറത്ത് ടൂറുകളുടെ, ചില മക്ബറകളിൽ പോയാൽ കിട്ടുന്ന നേട്ടങ്ങളുടെ ചരിതങ്ങൾ പറയാനാണ്. അങ്ങനെ പരമാവധി ആളുകളെ ശിർക്കിലേക്ക് നയിക്കുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അപ്പൊ ഭൗതികമായി ഈ ജനത ഒട്ടേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും വിശ്വാസരംഗത്ത് ഇപ്പോഴും പഴയ പടിയിലാണ് അധികം ആളുകൾ നിൽക്കുന്നത്. 10,000-കണക്കിന് മദ്രസകൾ, ഒട്ടും എണ്ണം കുറവല്ലാത്ത ശരിയ കോളേജുകൾ, ദഅവ കോളേജുകൾ, പ്രസിദ്ധീകരണങ്ങൾ, പ്രഭാഷകർ, വേദികൾ, സ്റ്റേജുകൾ, ഇതൊക്കെയുണ്ട്. ഈ 10,000-കണക്കിന് മദ്രസകളിൽ ഏതെങ്കിലും ഒരു മദ്രസയിൽ അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു മദ്രസ പോലും ഈ 10,000-ങ്ങളിൽ ഇല്ല. ഒക്കെ മഹാരഥന്മാരോടോ അല്ല ആ രീതിയിലുള്ള ആശയങ്ങളോ പഠിപ്പിക്കുന്നവയാണ്. 10,000-കണക്കിന് മദ്രസകൾ നടത്താൻ ഒരു വർഷത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവ് വരും. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പിഞ്ചു മനസ്സുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഈ വിശ്വാസത്തിന് അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ഈ ആശയത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ്. 1000-ഓളം ദായിമാർ ഓരോ കൊല്ലങ്ങളിൽ നിന്നും ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും ഇറങ്ങുന്നു. ഇവർക്കൊക്കെ ലഭ്യമാകുന്ന വേദികളിൽ അവർ പറയുന്നത് അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്നല്ല. അങ്ങനെയുള്ള വളരെ
ദുരന്തപൂർണമായ ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളക്കരയിൽ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായും മനസ്സിലാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇവിടെ സമൂഹത്തിന്റെ അർദ്ധവിഭാഗമായ സ്ത്രീകളെ ഈ രംഗത്ത് ഏറെ ചൂഷണം ചെയ്യുന്നു. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, ജാറങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഇന്നൊരു ഔലിയുണ്ട് എന്ന് കേട്ടാൽ അവിടെ തടിച്ചുകൂടുന്ന ജനങ്ങളിൽ സിംഹഭാഗവും നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളാണ്. അവരാഭരണം അയച്ച് ധർമ്മം ചെയ്യുന്നു, അവർക്ക് നൽകാൻ കഴിയുന്നതിനപ്പുറം ധർമ്മം ചെയ്യുന്നു. ഇങ്ങനെ സ്ത്രീ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന ആളുകൾ, അവരുടെ മതവിദ്യാഭ്യാസത്തിന് ഒരു കാലത്ത് അതിനെ നിരുത്സാഹപ്പെടുത്തിയവർ, ഫത്വ നൽകിയവർ, ഫത്വകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഫത്വകൾ പിൻവലിച്ചിട്ടില്ല. അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന അഥവാ മൗലിയതിലെ പല വരികളും അല്ലാഹു അല്ലാത്തവരുള്ള പ്രാർത്ഥനകളാണ്. തുടങ്ങുന്ന വരികളൊക്കെ അല്ലാഹു അല്ലാത്തവരുള്ള പ്രാർത്ഥനകളും അർത്ഥനകളുമാണ്. ഈ രീതിയിലുള്ള മൗലിദുകൾ പാരായണം ചെയ്യാത്തവനെ കാളി ഖതീബ് സ്ഥാനത്തിന് പറ്റില്ല എന്ന് പ്രമേയം പാസാക്കിയിട്ടുണ്ട്. ആ പ്രമേയം ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ലളിതമായി നിങ്ങളതൊന്ന് വായിച്ചു നോക്കൂ. അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവനെ ഇമാമത്ത് നിൽക്കാൻ പറ്റില്ല എന്നാണല്ലോ അതിന്റെ അർത്ഥം. ഇർത്തക്കപ്പുത്ത് ചെല്ലാത്തവനെ ഖതീബാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിനോട് പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കുമ്പോഴേ ഒരു കാളിയായ ഒരു പള്ളിയിലെ ഖതീബായി അവനെ നിയമിക്കാൻ പറ്റൂ എന്ന് വരെ ആധികാരികമായി പ്രമേയം പാസാക്കിയിട്ടുള്ള ഒരു നാടാണ് നമ്മുടേത്. ഇങ്ങനെ ഒരു സാഹചര്യം അതിപ്പോഴും ആ ഫത്വകളും പ്രമേയങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് അബദ്ധമായി പോയി എന്ന് ആരും പറയുന്നില്ല. ഇപ്പോഴും അതേപോലെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, വിഷയങ്ങളുടെ ഗൗരവം വളരെ പ്രാധാന്യപൂർവം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മറുവശത്തെ ഇതിപ്പോ അഖീദയുടെ കാര്യം മാത്രം എടുത്താൽ, ബിദ്അത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്താൽ, അത് പറഞ്ഞവസാനിപ്പിക്കാൻ സാധ്യമല്ലാത്ത ബിദ്അത്തുകൾ ഓരോ വർഷവും നമ്മുടെ നാടുകളിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ശിയാക്കൾക്കിടയിൽ മാത്രം പരിചയമുണ്ടായിരുന്ന പല കാര്യങ്ങളും നമ്മുടെ നാടുകളിലേക്ക് ചേക്കേറാൻ തുടങ്ങുന്നു. ഇങ്ങനെ പലതും നേർച്ചകളായും ഖബറാരാധനകളായും അതുപോലെ ഇല്ലാത്ത നമസ്കാരങ്ങളായും ഇല്ലാത്ത നോമ്പുകളായും ഒക്കെ പല രീതിയിലുള്ള ബിദ്അത്തുകൾ നമ്മുടെ നാടുകളിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ്. ബറാത്ത് നോമ്പ്, ഷാബാൻ പിറന്നു. ഈ ഷാബാനുമായി ബന്ധപ്പെട്ട പല നോമ്പുകളും പല കള്ള ഹദീസുകളും, ഇങ്ങനെയുള്ള ധാരാളം അബദ്ധങ്ങൾ, ശുബ്ഹാത്തുകൾ, ഷഹവാത്തുകൾ ഇത് ധാരാളമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള വിശ്വാസത്തിന്റെ മേന്മ അറിയാനും മറ്റുള്ള ആളുകൾ അവരുടെ അജ്ഞത കാരണമോ തെറ്റിദ്ധാരണ കാരണമോ അകപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ബോധപൂർവം ശ്രമിക്കുകയും അതിനാവശ്യമായ രീതിയിലുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി നമ്മുടെ കാസർഗോഡ് ടൗണിൽ ഇത്തരത്തിലുള്ള ചരിത്രങ്ങളും അതിലുള്ള അബദ്ധങ്ങളും അതിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടും നമ്മുടെ വിശ്വാസത്തെ ദൃഢീകരിക്കുവാനും ആവശ്യമായ ഒരു വലിയ പ്രബോധന സംരംഭം എന്ന നിലക്ക് ഞായറാഴ്ച വലിയ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അതിൽ നിങ്ങളുടെ നിർബന്ധമായ സാന്നിധ്യം ഉണ്ടാകണം. ഞാനിത് ഒരു സംഘടന വളർത്താൻ വേണ്ടിയല്ല, ഇത് നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വെച്ച് തന്നെ അത് പറയുന്നത്. നിങ്ങളുടെ സജീവമായ ശ്രദ്ധയിൽ അത് ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ അക്മലാനി അലൽ മബ്ഊത്ത് റഹ്മത്തൻ ലിൽ ആലമീൻ وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, പ്രബോധനം എന്നത് ഓരോ വ്യക്തിയുടെയും കഴിവിൻ്റെ പരമാവധി നിർവഹിക്കേണ്ടുന്ന കാര്യമാണ്.
ആ ബാധ്യത നിർവഹിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ഉത്തമ ജനത എന്ന ആ സ്ഥാനത്തിന് അർഹരാകും. ആ ഒരു പദവിയിലേക്ക് എത്തണമെങ്കിലുള്ള നിബന്ധനയാണ് നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം എന്നത്. ആ ഒരു നിബന്ധന പാലിച്ചെങ്കിലേ നമ്മൾ ഖൈറു ഉമ്മ എന്ന് പറയുന്ന ആ ഒരു നിലവാരത്തിൽ എത്താൻ പറ്റുകയുള്ളൂ എന്ന് കൃത്യമായി പണ്ഡിതന്മാർ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. മഹാരഥന്മാരായ സ്വഹാബാ കിറാം, പ്രത്യേകിച്ച് അവരിലെ ഖുലഫാഉർ റാഷിദീങ്ങൾ, എത്ര തിരക്ക് പിടിച്ച ഒരു ജീവിതമായിരിക്കും അവരുടേത്. എങ്കിൽ പോലും അവർ പ്രബോധന രംഗങ്ങളിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ മറ്റുള്ള ആളുകൾ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാനും കാലിൽ പൊടി പുരളുന്ന രീതിയിൽ പ്രവർത്തന ഗോതിലിറങ്ങുവാനും അവർ സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളത് ചരിത്രമാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അദ്ദേഹം ഒരു സൈന്യത്തെ ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി പറഞ്ഞേക്കുമ്പോ അദ്ദേഹം ഈ സൈനിക നേതാവിനെ യാത്രയക്കുന്ന ഒരു രംഗം ചരിത്രത്തിൽ കാണാം. ആ സൈനിക നേതാവിന്റെ കൂടെ നടക്കുക, സൈനിക നേതാവ് സർവ്വസൈന്യാധിപൻ കുതിരപ്പുറത്താണ്, ഇദ്ദേഹം നടക്കുകയാണ്. സർവ്വസൈന്യാധിപൻ പറയുന്നു, ഖലീഫ നിങ്ങൾ വാഹനത്തിൽ കയറണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. നിങ്ങൾ നടക്കുക, ഞാൻ വാഹനപ്പുറത്തിരിക്കുക, അത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ പുറത്ത് കയറണം. ആ സമയത്ത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞൊരു കാര്യം, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്റെ കരങ്ങളിൽ എന്റെ കാലുകളിൽ പാദങ്ങളിൽ പൊടി പുരളട്ടെ എന്നാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊടി പുരണ്ട കാലും അതേപോലെ ജഹന്നമിന്റെ പുകയും സംഗമിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും ഒത്തുപോകില്ല. ഒന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന പണിയാണ്, അത് ഒരാൾ നിർവഹിച്ചാൽ അവൻ നരകത്തിൽ അങ്ങേയറ്റം അവന് ദൂരായാക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം ഉദ്ധരിച്ച് ആ സമയത്ത് സർവ്വസൈന്യാധിപനെ ഉത്ബോധിപ്പിച്ച സംഭവങ്ങൾ വരെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ എത്രയൊന്നും തിരക്കും അവരുടെ എത്രയൊന്നും ഡ്യൂട്ടിയൊന്നും നമുക്കില്ല. എങ്കിൽ പോലും ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ എത്രമാത്രം പിന്നിലാണ് എന്നുള്ളത് ഞാനടക്കമുള്ള ഓരോരുത്തരും ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതാണ്. അവരൊക്കെ അതിന് സമയം കണ്ടെത്തിയിരുന്നു. അത് ശാരീരികമായും സാമ്പത്തികമായും അത് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇത്തരത്തിലുള്ള പ്രബോധന ദൗത്യ നിർവഹണത്തിന് നാം വിനിയോഗിക്കുന്ന ഒരു ചില്ലിക്കാശ് പോലും അത് നമ്മുടെ വലിയ ഒരു സമ്പാദ്യമായി മാറും എന്നുള്ളത് ഒരു ആവേശത്തിന് വേണ്ടി പറയുന്നതല്ല. കൃത്യമായി പ്രമാണങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വിശപ്പടക്കാൻ ചെലവഴിക്കുന്ന ഒരു 100 രൂപയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ദഅവത്ത് നടത്താൻ വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന ഒരു 5 രൂപയും എടുത്താൽ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലമായ കാര്യമായി ഈ ഒരു 5 രൂപ മാറും. കാരണം പ്രബോധനം എന്ന് പറയുന്നത് അതിന്റെ ഗുണം അത് പരിമിതമല്ല, അത് നമ്മിൽ പരിമിതമല്ല. അതിന്റെ പ്രയോജനം നമ്മൾ മരിച്ചാലും അത് പരന്നൊഴിയും. ആ ദൗത്യം അവിടെ നിലനിൽക്കും, ആ സന്ദേശം അവിടെ നിലനിൽക്കും. അതുകൊണ്ട് അതിന്റെ പ്രയോജനം ആർക്കൊക്കെ കിട്ടുന്നുവോ അതിന്റെ ഒരു നേട്ടം നമ്മുടെ ഖബറിലേക്കും എത്തും എന്നുള്ളത് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇവിടെ നമസ്കരിച്ചാലും നോമ്പനുഷ്ഠിച്ചാലും ഖുത്ബ പറഞ്ഞാലും ഖുർആൻ ക്ലാസ് എടുത്താലും എന്തൊരു നല്ല കാര്യം നമ്മൾ ചെയ്താലും അതിലൊരു പങ്ക് അള്ളാഹിന്റെ റസൂലിന് കിട്ടും. ഹദിയ ചെയ്യുന്നും വേണ്ട, ഖുർആൻ ഓതി ഹദിയ ചെയ്യാൻ, ഹദിയ ചെയ്യുന്നത് 2 നിലക്ക് തെറ്റാണ്. 2 നിലക്ക് ഒഴിവാക്കേണ്ട. ഒന്ന്, അങ്ങനെ ഹദിയ ചെയ്യുന്നതിന് മാതൃകയില്ല, ഹദിയ ചെയ്യുന്നതിന് മാതൃകയില്ല. നമ്മൾ ഓതിയാൽ തന്നെ ഒരു പങ്ക്, ഓത്ത് മാത്രമല്ല, നമ്മൾ എന്തൊരു പുണ്യകർമ്മം ചെയ്താൽ അതിലൊരു പങ്ക് റസൂലുള്ളാഹിക്ക് കിട്ടും. ഹദിയ ചെയ്യാൻ പാടില്ല. നമ്മൾ നിസ്കരിച്ചു, നോമ്പനുഷ്ഠിച്ചു, ഇതൊക്കെ ചെയ്താൽ ഒരു പങ്ക് കിട്ടും. എന്തുകൊണ്ട്? ഈ ഒരു നന്മ നമുക്ക് കിട്ടാനുള്ള കാരണക്കാരൻ റസൂലുള്ളാഹിയാണ്. അതുകൊണ്ട് ഒരു നന്മയിൽ നമ്മൾ കാരണക്കാരാകുന്നുവോ എങ്കിൽ യഥാർത്ഥത്തിൽ ആ നന്മ ചെയ്തവനെ പോലെയാണ്. അസ്സബബു കൽ മുബാശറ. ഒരു നന്മക്ക് നമ്മൾ കാരണക്കാരനായാൽ യഥാർത്ഥത്തിൽ ആ നന്മ നമ്മൾ ചെയ്തവനെ പോലെയാണ് എന്നാണ് തത്വം.
അതുകൊണ്ട് ഇത്തരത്തിലുള്ള സദുദ്യമങ്ങളിൽ, നല്ല കർമ്മങ്ങളിൽ നമ്മുടെ കാര്യമായ പങ്ക് ശാരീരികമായും ഉണ്ടാകണം, സാമ്പത്തികമായും ഉണ്ടാകണം. അതൊരിക്കലും നമുക്ക് നഷ്ടമുള്ള കാര്യമല്ല. നമ്മുടെ ഖബറിലേക്ക് അത് എത്തുക തന്നെ ചെയ്യും. നമ്മുടെ ഒരാൾ പഠിക്കാൻ, മനസ്സിലാക്കുവാൻ നമ്മൾ കാരണമായി, ഒരാൾക്കൊരു ദീനിയായ ഇൽമ് കിട്ടാൻ നമ്മൾ കാരണക്കാരായാൽ തീർച്ചയായും അതിന്റെ നഷ്ടമുണ്ടാകും. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നു. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയെ കുറിച്ചും മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയെ കുറിച്ചും പറയാറുള്ളത്, അവരിപ്പോഴും ഖബറിൽ കടന്ന് ദർസ് നടത്തുന്നു എന്നാണ്. ഖബറിൽ കടന്ന് ദർസ് നടത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അക്ഷരാർത്ഥത്തിലല്ല, ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർ ജീവിതം തന്നെ മാറ്റിവെച്ചത് ആളുകൾക്ക് ദീൻ പഠിപ്പിക്കാൻ, പ്രബോധനത്തിനാണ്. അവർ നിർവഹിച്ചിട്ടുള്ള പ്രബോധനത്തിന്റെ പ്രയോജനങ്ങൾ ഇന്നും ലോകത്ത് ഗ്രന്ഥങ്ങളായി നിലനിൽക്കുന്നത് കാരണത്താൽ പല സ്ഥാപനങ്ങളിലും അത് പഠിപ്പിക്കുന്നത് കൊണ്ട് അവരുടെ അധ്വാനത്തിന്റെ ഫലം ഇന്നും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. ആ ഒരു ഫലം ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം അതിന്റെ ഒരു വിഹിതം അവർക്ക് ഖബറിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുമെന്ന അർത്ഥത്തിലാണ് ഖബറിൽ വെച്ച് അവർ ഇപ്പോഴും ദർസ് നടത്തുന്നു എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. നമ്മുടെ ഖബറുകളിലേക്കും അങ്ങനെയുള്ള നന്മകൾ എത്തണം. അതിനുള്ള ഒട്ടേറെ സുലഭ അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രത്യേകിച്ച് പ്രബോധന മേഖലകളിൽ നമ്മൾ നിർവഹിക്കുന്ന ഒരു ചെറുതെന്ന് നമുക്ക് തോന്നുന്ന സംഖ്യ പോലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തി പർവ്വത സമാനമായി തിരിച്ചു തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ നമ്മൾ ചെയ്യുന്ന ധർമ്മം വഴി ഒരിക്കലും നമ്മുടെ ധനം ചുരുങ്ങിപ്പോകുകയില്ല എന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂൽ പറയുകയും ചെയ്തിട്ടുണ്ട്. മാനകസദ് സ്വദഖത്തും മിമ്മാൽ, സ്വദഖ ചെയ്തത് കൊണ്ട് നിങ്ങളുടെ ധനം ചുരുങ്ങിപ്പോകുകയില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അത് വർദ്ധിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അക്കാര്യം നമ്മുടെ സജീവമായ ശ്രദ്ധയിലുണ്ടാകണം. ഏതൊരു പ്രബോധന ദൗത്യം നടക്കുമ്പോഴും നമ്മുടെ ശാരീരികമായ പങ്കും ശാരീരികമായ നമ്മുടെ ഒരു പങ്കും അതിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ശീലമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. എപ്പോഴും പിരിവിനെ കുറിച്ച് പറയുമ്പോൾ മടുപ്പല്ല ഉണ്ടാകേണ്ടത്, മറിച്ച് നന്മ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി എന്നതാണ് പൂർവികർ പറയുന്നത് പോലെ. അവർക്ക് ധർമ്മം ചെയ്യാൻ അവസരം കിട്ടിയാൽ അവർ പറയാറ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ധർമ്മം ചെയ്യാൻ അവസരം കിട്ടുന്ന അള്ളാഹുവേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് സ്തുതിച്ചിരുന്ന സലഫുകളെ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു മാതൃക നമ്മളും സ്വീകരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.